ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിഭയങ്കരമായ ഈ ചൂട് കാലത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കുടിച്ചാലെങ്ങനെ? കുറച്ച് പാലും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സുകളും എല്ലാ വീടുകളിലും മിക്കവാറും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് തയ്യാറാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കൂടാതെ നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡറും ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഈ കസ്കസ് സബ്ജ സീഡ് എന്നും അറിയപ്പെടുന്നു. ഇതിവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് ആകുമ്പോൾ ഇത് നല്ല കുതിർന്ന് കിട്ടും. ഇനി വേണ്ടത് സാഗോ അഥവാ ചൗവരി. ഇത് 1/2 കപ്പുണ്ട്. ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വേഗം. അതിനു വേണ്ടിയിട്ടാണ് ഒന്ന് കുതിർത്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് 10-15 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. കുതിർന്നത് കൊണ്ട് 4-5 മിനിറ്റ് കൊണ്ട് തന്നെ വേകും. അല്ലെങ്കിൽ ഇത് വേകാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചവ്വരി ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ കുതിർത്തതിന് ശേഷം ശർക്കരയിൽ ചേർത്ത് വരട്ടിയെടുത്തിട്ട് പായസം ഉണ്ടാക്കി നോക്കി നല്ല മുത്തുപോലെ ചവ്വരി നല്ല വെന്ത് കിട്ടും. ഇപ്പോൾ 3-4 മിനിറ്റായി ചവ്വരി ആവശ്യത്തിന് വെന്തു. ഇനി ഇത് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തിട്ട് ഇതിനെ ഒന്ന് തണുത്ത വെള്ളത്തിലിട്ട് ഇതിൻ്റെ പശയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇത് തണുത്ത വെള്ളത്തിലോട്ടിടുമ്പോൾ ഇത് ഓവർ കുക്ക് ആവുകയും ഇല്ല, പശയൊക്കെ കംപ്ലീറ്റ് മാറിക്കിട്ടുകയും ചെയ്യും. ഇനി ഇതും അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ 1/4 കപ്പ് ബദാം, 1/4 കപ്പ് കാഷ്യൂനട്ട്, 1 ടേബിൾ സ്പൂൺ പംകിൻ സീഡ്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇത് കൂടാതെ ഇത് പോപ്പി സീഡാണ്. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സാരമില്ല. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ 1-2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് ദിവസം പുറത്തിരുന്നാലും ഇത് ചീത്തയാവുകയില്ല, നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ നട്ട്സ് നല്ലതുപോലെ ചൂടായി. ഇതിൽ 1 ടേബിൾ സ്പൂൺ റോസ് പെറ്റൽ ചേർത്തു. ഡ്രൈഡ് റോസ് പെറ്റലാണ്. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതൊരു നല്ല മണം കിട്ടാനാണ്. ഇതിന് പകരം 2 ഏലക്കായ ചേർത്താലും മതി. ഇതിനി തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ നന്നായിട്ടങ്ങ് പൊടിഞ്ഞു പോകും. ഇതിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിക്കും രുചി കൂട്ടാനുമായിട്ട് കുറച്ച് കേസർ ഇടുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പാകത്തിൽ പൊടിച്ചെടുക്കാം. കൂടുതൽ പൊടിഞ്ഞു പോയാൽ ഇതിൻ്റെ ഓയിലൊക്കെ തെളിഞ്ഞു വരും. 3 കപ്പ് പാലാണ് തിളയ്ക്കാനായിട്ട് വെച്ചത്. ഇതിൽ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിൽ 2 ടേബിൾ സ്പൂൺ നിറയെ നമ്മൾ പൊടിച്ചെടുത്ത പ്രോട്ടീൻ പൗഡർ ചേർക്കാം. ഇത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് തിക്കാവും. ഇത് കുടിക്കാനുള്ളതാണ്, ഡിസേർട്ടായിട്ടല്ല. അപ്പോൾ കുറച്ച് ലൂസ് പാലായാലും സാരമില്ല. ഈ പാല് കുറച്ചുകൂടി ഒന്ന് വറ്റും, പ്രോട്ടീൻ പൗഡറൊക്കെ ചേർത്തതാണല്ലോ. ഇപ്പോൾ 2-3 മിനിറ്റായി. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചുകൂടി ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം. ചവ്വരിയിൽ അല്പം പോലും സ്റ്റാർച്ചില്ല. നല്ല മുത്തുപോലെ ഒന്നൊന്നായിട്ട് നമ്മുടെ പാലിൽ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഇതിൽ കസ്കസ് ചേർക്കാം. ഈ കസ്കസാണ് ഫലൂദയിലൊക്കെ കിടക്കുന്നത്. അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്ന ബോട്ടിൽ ഡ്രിങ്കുകളിൽ കണ്ടിട്ടില്ലേ? ഇനി ഇതിൽ കുറച്ച് പോംഗ്രനേറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇത്ര മാത്രമാണ് ചേർക്കുന്നത്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് അരിഞ്ഞ് ചേർക്കുന്നതും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എത്ര എളുപ്പത്തിലാണ് ഇങ്ങനെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെന്ന് കണ്ടില്ലേ? ഇത് 11 മണിക്കൊക്കെ കുടിക്കാൻ ഭയങ്കര നല്ലതാണ്. ചൂട് സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇത് ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 1 ഗ്ലാസ് എടുത്ത് കുടിച്ച് നോക്കിക്കേ, നല്ല സുഖമാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാൻ കുറച്ചാണ് ചേർത്തത്. കഴിയുന്നതും എവിടെയൊക്കെ മധുരവും ഉപ്പും മസാലയും ഒക്കെ കുറയ്ക്കാൻ പറ്റും അത് കഴിയുന്നതും കുറയ്ക്കാൻ നോക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം പോലെ മധുരം ചേർക്കാം. അപ്പോൾ ഇത് ഒഴിച്ചാണ് കുടിക്കുന്നത്. അത്രയ്ക്ക് ലൂസാണ്.
ഞാൻ നേരത്തെ തയ്യാറാക്കിയ പ്രോട്ടീൻ പൗഡർ കൊണ്ടുണ്ടാക്കിയ ഒരു മിൽക്കിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിലൂടെ കാണാം. കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ കുടിക്കാൻ പറ്റിയൊരു പ്രോട്ടീൻ മിൽക്കാണത്. തീർച്ചയായിട്ടും അത് കാണുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.